സാധുക്കുട്ടി, ഇവിടെ ഏതെങ്കിലും പാർട്ടിയിൽ ഒന്ന് ഒളിച്ചു താമസിക്കുന്നു? ഒറ്റ ഇടിക്ക് തന്റെ മൗനവ്രതം ഞാൻ തീർത്തുകളെ. ഓഹോ, എന്താ അറിയേണ്ടത് വെച്ചാൽ ഞാൻ പറയാം. താനാരാ? കേശുള്ളെന്ന് ചോദിച്ചാൽ ഈ ലോഡ്ജിൽ എല്ലാവർക്കും അറിയാം. തനിക്ക് ഇവിടെ ഉള്ള എല്ലാവരും അറിയാമോ? അറിയാം. ഇവിടെ വശപ്പശകായിട്ട് വല്ല പാർട്ടികളും വന്ന് താമസിക്കുന്നുണ്ടോ? ഒരു പാർട്ടിയുണ്ട്, കള്ളപ്പേരില്ലാ താമസം. അത് ശരി. കണ്ടിട്ട് ഒളിച്ച് താമസിക്കുന്ന ലക്ഷണമാണ്. എന്നാ ഞാൻ വിചാരിക്കുന്ന ആൾ അവൻ തന്നെ ആയിരിക്കും. വാ പോകാം. ആരാ? അകത്ത് വാ. എന്റെ പൊന്നി ചേട്ടാ, എന്റെ കാര്യം വലിയ കഷ്ടമാ. ഞാനിപ്പോ വഴിയാധാരമായി. ചേട്ടൻ ഒരുത്തനായതിന് കാരണക്കാരൻ. നിന്റെ മുതലാളി ഇപ്പൊ പോകുന്ന ലക്ഷണമൊന്നും ഇല്ലല്ലോ. നീ അല്ലേ പറഞ്ഞ ഒരാഴ്ച കാണുള്ളൂ. എനിക്കറിയാം ആ കള്ളക്കളവന് ഇങ്ങനൊരു ബുദ്ധി തോന്നുന്നു. പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളി? ഓഹോ, സംഗതി കുഴഞ്ഞോ? ആ തേങ്ങയുടെയും കള്ളക്കളവന്റെ ഇടിയും തൊഴിയും കൊണ്ട് ഞാൻ ഇവിടെ കിടന്ന് ചത്തുപോകും. അതുകൊണ്ട് അച്ഛൻ ചത്തു എന്നും പറഞ്ഞ് കുറച്ച് കാശും വാങ്ങി ഞാനിങ്ങ് ഇറങ്ങി. അച്ഛൻ ചത്തു എന്നൊന്നും കള്ളം പറയരുതായിരുന്നു. ഞാൻ കള്ളം പറഞ്ഞില്ല. അച്ഛൻ ചത്തത് വാസ്തവാ. പക്ഷെ അത് 15 വർഷത്തിന് മുമ്പാ. ഏതായാലും ഇനി ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും തീരുമാനിക്കണം. ഈ കല്യാണം നടത്തത്തില്ല എന്ന് തേങ്ങ തീരുമാനിച്ചു കഴിഞ്ഞു. അവര് സാറിനെ തല്ലാൻ നോക്കിയിരിക്കുക. അതിനു മുമ്പ് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ബാക്കി പറയണ്ട, എന്റെ എല്ലാം ഒടിക്കുമായിരിക്കും. ഞാനേ ഒരു എഴുത്ത് തരാം, നീ അത് മല്ലികയ്ക്ക് കൊണ്ട് കൊടുക്കണം. ആരും അറിയാമോ? ചേട്ടൻ ധൈര്യമായിട്ട് എഴുതണം. കൂടെ ഒരു 25 രൂപയും തരണം. എഴുത്ത് എത്തേണ്ട ഇടത്ത് ഞാൻ എത്തിക്കും. ആരും അറിയത്തില്ല. ഇനിയിപ്പോ എന്തറിയാനാ, ഇപ്പോഴേ അറിഞ്ഞു കാണുമല്ലോ. എന്നാ ശരി. പുതിയ റെക്കോർഡും വാങ്ങിച്ചോണ്ടിരുന്ന് ആസ്വദിക്കുക. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. തദരീ वातापि गणपतिं भजेऽहं वातापि गणपतिं भजेऽहं वाता. എന്താ നിർത്തിയത്? തൊണ്ട ഒരു പിടുത്തം. ഈ തൊണ്ടയ്ക്ക് ഈ ചുക്കും കുരുമുളകും കൂടെ. മതി, ഇതിന് ശരിയാവൂല. അപ്പൊ നാളെ വരില്ലേ? അപ്പൊ എടുക്കാം. ഇംഗ്ലീഷ് പാട്ട് അറിയാമോ? കൊള്ളാം, അറിയാമോ? പതുക്കെ പറ, പതുക്കെ പറ. അതല്ലേ എന്റെ സ്പെഷ്യാലിറ്റി. ഇപ്പൊ പാടണോ? വേണ്ട, നാളെ പാടിയാ മതി. അഡ്വാൻസ് 100 രൂപ. നാളെ വരണേ. ഓ, ഇവിടെയാണോ താമസം? ആ ഐഡിയ മുമ്പേ നടക്ക. പോരാ. എടാ ഹരി, എടാ കഥ തുറക്കാൻ പറഞ്ഞത്.
എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. നിന്റെ അച്ഛൻ രാമുണ്ണി വേറെ എന്നെ പറ്റിച്ചില്ലേ ആ മാനം വരെ എന്ത് അയ്യോ ഇവിടെ ഒന്ന് വിളിക്കുക. ഇത് ഞാൻ പറ്റിയ പിടിച്ചെടുക്കണ വിളി പിടിച്ചോണ്ട് വരടാ വാടാ. ഇവിടെ വിളിച്ചിരിക്കാന്നല്ലടാ. പിടിച്ചെടുക്കണം. അയ്യോ എനിക്ക് അവളെ കെട്ടണ്ട. അയ്യോ എന്റെ അമ്മോ എനിക്ക് അവളെ ഇടിച്ചവന്റെ ഷേപ്പ് മാറ്റടാ. അവന്റെ അച്ഛനൊരു രാമുണ്ണി, അമ്മ ഒരു ഭൂലോകരമ്പ രേവതി. ആ കൊട് കൊട്. അയ്യോ ആള് മാറിപ്പോയി. നീയല്ലേ പറഞ്ഞേ അതിനകത്തുണ്ട്? അതിപ്പോ ഞാനിപ്പോ ആ കേസുള്ള എന്നോട് പറഞ്ഞു. ഏത് കേച്ചു? വരടാ കൊല്ലടാ കൊല്ലി. പകുതി ജീവനാക്കിട്ട് പോകണ്ടേ കൊല്ലി. അയ്യോ മാതാപി ഗണപതി ഭജ ഭജഹം. മാതാപി ഗണപതി ഭജ ഭജഹം. മാതാപി ഗണപതി ഭജ ഭജഹം. മാതാപി ഗണപതി ഭജ ഭജഹം. ഹൈ മാതാപി ഗണപതി ഭജ ഭജഹം. മാതാപി ഗണപതി ഭജ ഭജഹം. ആ ഭജ ഭജഹം. ആ ഭജ ഭജഹം. ആ ഭജ ഭജഹം. ചില്ലറ ഉണ്ടാവോ? ചില്ലറ നിങ്ങളുടെ ചില്ലറക്കളി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാള എന്തിനാ വാല് പൊക്കുന്നത്? ഉള്ളതുകൊണ്ട് പിന്നെ എന്റെ കളി മനസ്സിലായി എന്ന് പറഞ്ഞല്ലോ, അത് കണക്കായി പോയി. അല്ലെങ്കിൽ തനിക്ക് ഈ ആമ്പിള്ളാരെ വളയ്ക്കാൻ നട്ടം എടുക്കാന്ന് പട്ട എനിക്കറിയാം. അതെ, നിങ്ങൾക്ക് പെമ്പിള്ളേരെ പിറകെ നടക്കാമെങ്കിലേ എനിക്കും ആമ്പിള്ളേരെ പിറകെ നടക്കാം. നിങ്ങൾക്ക് ക്ലാസിക്കൽ കേൾക്കാമെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് കേൾക്കാം. എന്നാ ഈ വീട്ടിൽ ആരുടെ ഇഷ്ടം കിടക്കാൻ എനിക്കറിയണം. ഇവിടെ ഞാൻ പറയുന്നത് പാടണം. ആ കാര്യം ഞാൻ ഏറ്റു. പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ സ്വാമിക്ക് എഴുതി കൊടുത്ത 2000 രൂപയുടെ വിൽപ്പത്രം ഉണ്ടല്ലോ, അത് അങ്ങേരറിയാതെ എനിക്കങ്ങ് എടുത്തു തരണം. അത് ഞാൻ ഏറ്റു. അപ്പോഴേ കക്ഷിയെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പം ചെല്ലപ്പയർ ലോഡ്ജിൽ കാണും. അല്ല, സംഗതി പുറത്തറിഞ്ഞ മോശമാണേ. എന്റേതേ ഇത് പോവും. അതുകൊണ്ട് ആളെ ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ലോഡ്ജിൽ ചെന്ന് ശ്യാം എന്ന് ചോദിച്ചാൽ മതിയല്ലോ. അയ്യോ, ശരിക്കുള്ള പേര് പറയില്ല. ഞാൻ അല്പം ഭ്രാന്ത് അഭിനയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ച് കണ്ടുപിടിക്കാം. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ അവിടെ പോകുന്നു, ആളെ കാണുന്നു, സംസാരിച്ച കാര്യങ്ങളെല്ലാം അത് ചെയ്യുന്നു. പിന്നീട് നമ്മൾ ഒരുമിച്ച് ലോഡ്ജിൽ ചെല്ലുന്നു. നിങ്ങൾ അയാളുടെ ചേച്ചിയാണ്, അയാൾ ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയാണെന്നും പറഞ്ഞ് വണ്ടി കയറ്റുന്നു. ഞങ്ങൾ പോകുന്നു. അങ്ങനെ പോകാൻ പറ്റൂല. നിങ്ങൾ വിൽപ്പത്രം എന്റെ കയ്യിൽ തരുന്നു, ഞാൻ വണ്ടി പോട്ട് എന്ന് പറയുന്നു, വണ്ടി പോകുന്നു. വരട്ടെ, പോട്ടെ. ശരി. അയ്യരെ, ഇവിടെ കണ്ടാലേ തലയ്ക്ക് ലൂസാണെന്ന് തോന്നുന്ന പാർട്ടി വല്ലേരും ഇവിടെ താമസമുണ്ടോ? അയ്യരെ വെറുതെ പോക്കരുതാൻ പറയരുത്. ആ, ആ. വേറെ വേലയും കൂലി ഇല്ലാത്തതുകൊണ്ട് ആ. ഞാനിവിടെ കാപ്പിയും ചായം കൊടുക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ. ഇവിടെ വരുന്നവരെ മണിയടിച്ചാണ് ഞാൻ ജീവിക്കുന്നതെന്ന് ഒരു അപഖ്യാതി ഇവിടെ ഉണ്ട്. അത് ശരി. എന്ന് വെച്ച് വരുന്നവർക്കെല്ലാം ഈ നാരായണന് വേണം. എല്ലാരും വല്ലതും തന്നിട്ടേ പോയിട്ടുള്ളൂ. തല്ലായിരിക്കും. ചിലപ്പോ അതും കിട്ടും, ചിലപ്പോ കാശും കിട്ടും. ആ. എന്നാൽ എന്നെ പറ്റി അനാവശ്യം പറയുന്നത് നല്ലതല്ല. അല്ല, വേറെ വട്ടന്മാരാരെങ്കിലും ഇവിടെ താമസമുണ്ടോ? അത് അയ്യരെക്കാൾ നന്നായിട്ട് അറിയാം. ഈ പ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു പാർട്ടി ഇവിടെ താമസമുണ്ടോന്നൊരു സംശയം. അങ്ങനെ പറ, ആളെ പിടികിട്ടി ഇവിടെ ഉണ്ട്. എന്താ പേര്? കള്ളപ്പേരാ. എന്ത്? ചെറിയ നായര് പോലും. ചെറിയ നായരോ? അപ്പൊ പാർട്ടി അത് തന്നെ. ആ, സംശയം വേണ്ട സാറേ. ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അയാൾക്ക് വട്ടാണെന്ന്. അത് ശരി. ആ കള്ള നോട്ടവും ആ. വിഡ്ഢിയ മോന്തയും ആ, ആരെങ്കിലും അടുത്ത് ചെന്നാൽ ഉടനെ ആ. എന്നെ കൊല്ലുന്നേ എന്നുള്ളൊരു നിലവിളി. ആ, ആ. 101% സാറ് പറയുന്ന പാർട്ടി ഇത് തന്നെ. ഒന്ന് കാണണല്ലോ, മുറി ഏതാണ്? ഞാൻ കാണിച്ചു തരാം.
അയ്യോ പുലരപ്പാ. പോലീസല്ലേ അല്ലേ? എന്റെ പൊന്ന് പോലീസേ, ഞാനിവിടെ കുടുങ്ങി പോയി. എന്റെ പൊന്ന് പോയാൽ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. പേടിക്കണ്ട, തന്റെ കാര്യം ഞാൻ ഏറ്റു. തന്നെ കൊണ്ടുപോകാൻ ആള് വരുന്നുണ്ട്. അങ്ങനെയല്ലേ കൊണ്ടുപോകണ്ട, ഞാൻ പോയിക്കോളാം. അത് പറയാൻ പറ്റില്ലേ? അത് പറഞ്ഞ എന്ത് ചെയ്യും? അങ്ങനെ ഒറ്റക്കൊന്നും പോകണ്ട. തനിക്ക് വട്ടാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി. പട്ട് നിന്റെ തന്തയ്ക്കാണ്. പോടാ അവിടുന്ന്. ഇവന്റെ തന്തയ്ക്ക് പോടാ. സാറേ, പൊന്നേമാനെ, ഇതൊരു ഗൂഢാലോചനയാണ്. ഞാൻ പറയാം. എന്താ വെച്ചാല് ഇവര് ഞാൻ പറയാം എന്താ വെച്ചാല് എനിക്ക് വട്ടാന്ന് പറഞ്ഞിട്ടേ എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ട് കൊല്ലാനുള്ള പരിപാടി ഇടുകയാണ് നമ്മുടെ ഈരാളി പാർട്ടി. സാറേ, ഇയാളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. വന്നപ്പം തൊട്ട് എന്നെ കൊല്ലുന്നേ ചാവുന്നേന്നും പറഞ്ഞ് അലമുറയിടുക. ഇവനെ വട്ട് തന്നെയാ. ഇതുങ്ങളെല്ലാരും കൂടി ചേർന്നിട്ടുള്ള കൂടാലോചനയാണ്. ഞാനൊന്ന് പുറത്തു പോയി ഞങ്ങൾ സംസാരിച്ചോട്ടെ. സൂക്ഷിക്കണം. സൂക്ഷിക്കും. വാലടയ്ക്കാൻ വാലടയ്ക്കണം. വാതിൽ തുറക്കുന്നു. വാതിൽ തുറക്കേ. എന്തിന്? സ്വകാര്യം പറയണ്ട. വാ. എന്റെ പൊന്നേമാനെ, എന്നെ വിട്ടേക്ക്, ഞാൻ പോയിക്കോളാം. ഞാനാണ് ശക്തി. മറ്റേ പാർട്ടി പറഞ്ഞു വെച്ചിട്ടാ ഇവിടെ വന്നേ. പാർട്ടി കാലത്ത് കൃത്യം 10 മണിക്ക് ഇവിടെ കാറുമായിട്ട് എത്തും. മറ്റേ പാർട്ടിയോ? അയ്യോ എന്റെ പൊന്നേമാനെ, അവള് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്കറിയാവുന്നേ. അവൾ എന്നോടും പറഞ്ഞിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ചെയ്ത പ്ലാനല്ലേ ഇത്? അപ്പൊ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്നെ കൊല്ലാൻ പോവാ. അയ്യോ, ഈരാളിയെ പോലീസിന് പോലും പേടിയാന്ന് എനിക്കിപ്പോ മനസ്സിലായി. അങ്ങനെ വിളി. എല്ലാവരും കേൾക്കട്ടെ, എന്നാലേ ഇവിടെ ഉള്ളവർക്ക് മുഴുവൻ വട്ടാണെന്ന് മനസ്സിലാവുള്ളൂ. എനിക്ക് വട്ടില്ല. അങ്ങനെ 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 ഉറക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് വട്ടില്ല. പിന്നെ ഞങ്ങൾ നാളെ വരും, വന്നിട്ട് കൊണ്ടുപോവാ. എന്നെ ആർക്കും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റൂല. അതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോവുക. ഇങ്ങോട്ടേക്ക്. ഞാൻ ഇതുവരെ ഇത്രയും വിചാരിച്ചില്ല, ഇത്ര നന്നായിട്ട് ചെയ്യുമെന്ന്. ഇവിടെ പോവാ. ശരീരമല്ല നടന്നു. സൂക്ഷിച്ചോളാം. നാളെ കാലത്ത് ഇവനെ കൊണ്ടുപോകാനായിട്ട് ഇവന്റെ ചേച്ചി ഇവിടെ വരും. അതുവരെയുള്ള എല്ലാ ചെലവും നിങ്ങൾ എടുത്തോളണം. ഇവനെങ്ങാൻ പുറത്തു പോയാൽ ഇട്ടിച്ച് ഞാൻ നാളെ ആള് വരുന്നവരെ ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. എനിക്കറിയാം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന്. തന്റെ തലയ്ക്കകത്തെന്താ ചെളിയാണോ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്കങ്ങൊരു മകനില്ല, എനിക്കങ്ങൊരു മകനില്ല. അപ്പൊ പിന്നെ അവനാരാ? അത് ഞാൻ എങ്ങനെ അറിയാ? ഈ കളി ഗോവിന്ദ പിള്ളയോട് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞത് തനിക്ക് വിശ്വാസമായിട്ടില്ല? ഇല്ല, തീരെ ഇല്ല. ഇല്ല. എന്നാ കേക്ക, ഗോവിന്ദപിള്ള പറഞ്ഞത് എന്റെ മോൻ തന്നെയാണ്. അവൻ നിങ്ങളുടെ മകളെ കെട്ടാമെന്ന് പറഞ്ഞതും സത്യമാണ്. എന്നാൽ എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് എവിടെയാണെന്ന് പറയാൻ സൗകര്യമില്ല. താൻ എന്താ ചെയ്യാൻ ഭാവിച്ചാൽ കൂടി ചെയ്യാ? കട്ടായമാണോ? ആ, കട്ടായം. എന്നാൽ ഗോവിന്ദപിള്ളയുടെ തനിനിറം ഇനി നിങ്ങൾ കാണും. നിങ്ങളുടെ മകൻ എവിടെയുണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. നിങ്ങളെയും നിങ്ങളുടെ മകനെയും ഈ നാട് മുഴുവൻ നാറ്റിക്കും. ഏതായാലും ഇനി ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല. അയ്യോ, അങ്ങനെ പറയരുത്. എങ്ങനെയെങ്കിലും ഒന്ന് നടത്തി തരണം. വാടാ. സ്വാമി, ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയല്ലേ. നീ ഇവിടെ ഇരിക്കും. ഈ ലോഡ്ജിൽ ഏതോ മുറിയിൽ ഹരിയുണ്ട്. ഞാൻ നോക്കിട്ട് വരാം. ഈ കേസുള്ളവൻ എവിടെ പോയി കിടക്കുന്നു? എന്റെ കൈ കിട്ടിയാൽ
അവൻ പോക്ക. എന്താ? ആ ഇടിയൻ ഇവിടെ നിൽക്കുന്നു. ഭാഗ്യം എന്നെ കണ്ടില്ല. നിന്നെ അയാൾക്കറിയില്ല. നീ പോയെന്ന് അന്വേഷിച്ചു വാ. പേര് കള്ളപ്പേരായിരിക്കും. ഓ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. പട്ടുമൂത്തന്നാ തോന്നുന്നേ. മട്ടുമൂത്തന്നാ തോന്നുന്നേ. അയ്യോ 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 അനെ കൊല്ലതേ അയ്യോ അനെ. അപ്പൊ സ്വപ്നായിരുന്നു. അപ്പൊ അവരെന്നെ കൊന്നില്ലേ? അയ്യോ അനെ കൊല്ലതേ എല്ലാം ഓടി അനെ കൊല്ലതേ അയ്യോ. രേവതി, കുറെ നാളായി പറയണമെന്ന് കരുതി മനസ്സിലൊരു മോഹം ഒളിപ്പിച്ചു വെച്ച് ഞാൻ നടക്കുകയാണ്. എന്താ? വളച്ചുകെട്ടി പറയാൻ തുടങ്ങിയാൽ പറയാനുള്ളത് പറയാൻ കഴിയാതെ വരും. ഒന്നു മാത്രം ഞാൻ പറയാം. ആദ്യം കണ്ടപ്പോഴേ രേവതി എനിക്ക് ഇഷ്ടമായി. എനിക്ക് ഒട്ടും ഇഷ്ടായില്ല. രേവതി വിചാരിക്കുന്ന പോലെ ഞാൻ ഒരു പാട്ടുകാരനല്ല. എല്ലാ ജീവിത സൗകര്യങ്ങളുമുള്ള ഒരു വലിയ വീട്ടിലെ കാരണവരുടെ ഏക മകനാണ് ഞാൻ. പക്ഷെ അവിടുത്തെ അന്തരീക്ഷം എന്നെ വീർപ്പ് മുട്ടിച്ചപ്പോൾ ഒരു ആശ്വാസമൊക്കെ പറയാൻ, ഒന്ന് ആശ്വസിപ്പിക്കാൻ ഒരു അമ്മ പോലും ഇല്ലാത്ത ഞാൻ വീട് വിട്ടോടിയതാണ്. എന്നോടെന്തിനാ ഇതൊക്കെ പറയുന്നത്? രേവതി എനിക്കൊരു ആശ്വാസമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ മാത്രമല്ല, എന്നും. മനസ്സിലായില്ല. ഇത്രയും നാൾ നമ്മൾ അഭിനയിച്ചില്ലേ, ഇനിയെങ്കിലും ഈ അഭിനയം നിർത്തി. മനസ്സിലായി. ഞാൻ നിങ്ങളെ വിവാഹം ചെയ്യണം. സോറി. നീ എന്താണ് ഈ പറയുന്നത്? ഹരിക്ക് ഭ്രാന്ത് പിടിച്ചെന്നോ? ഒരിക്കലും മുറിക്ക് പുറത്തിറങ്ങാറില്ല. കള്ളപ്പേരില്ലാ താമസം. അങ്ങനെ ഒരാളെ ഇവിടെ ഉള്ളൂ. അത് ഹരി തന്നെയാണോ? സ്നേഹിച്ച പെണ്ണ് വഞ്ചിച്ചു എന്നും മറ്റും വിളിച്ചു പറയാറുണ്ട്. അത് നിന്നെ തെറ്റിദ്ധരിച്ചാവും. അയ്യോ കൊല്ലുന്നതിന് ഇടയ്ക്ക് നിലവിളിക്കാറുമുണ്ട്. അത് നിന്റെ അച്ഛന് ഭയന്നാവും. എന്ത് കുന്തമായാലും അയാളെ ഇപ്പോൾ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടിരിക്കുക. നാളെ അയാളെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോകുമെന്നാ കേട്ടത്. ദൈവമേ, നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ ആയാലോ? ഞാൻ കാരണമല്ലേ ആ പാവത്തിന് ഇതെല്ലാം സംഭവിച്ചത്? നീ വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. കരയണ്ട. നടന്നതെല്ലാം ചിലതെല്ലാം പറയാൻ കൂടാ ഞാൻ വന്നത്. ഹരിക്ക് സുഖമില്ല. മുറിയിലേക്ക് പോകൂ. എനിക്കൊരു അസുഖമില്ല. മനസ്സിന് സംഘർഷം കൂടുമ്പോ ഭ്രാന്ത് പിടിച്ചതുപോലെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ രാമുണ്ണിമേനോന്റെ മകനല്ല. ദൈവമേ, സ്വന്തം അച്ഛനെ പോലും മറന്നുപോയോ? ഞാൻ പറഞ്ഞില്ലേ തലയ്ക്ക് സുഖമില്ലാന്ന് കേട്ടത് ശരിയാ. ഞാനൊരു അനാഥനാണ്. സ്വന്തമെന്ന് പറയാൻ എനിക്ക് ആരുമില്ല. സത്യം പറയാൻ വൈകിയെങ്കിലും. പ്ലീസ് ഹരി, ഹരി മുറിയിലേക്ക് പോകൂ. ഹരിക്ക് ഭ്രാന്താണെന്ന് പറയുന്നു. ഹരിയെ കൊണ്ടുപോകാൻ ഇപ്പോൾ വീട്ടുകാർ വരും. ഭ്രാന്തോ? എനിക്കോ? എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ഭ്രാന്തുള്ളവരെല്ലാം ഇങ്ങനാ പറയുന്നേ. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അടിച്ച് പല്ലിയാൻ തെറിപ്പിക്കും. പെണ്ണാണെന്നൊന്നും ഞാൻ കരുതുകയല്ല. ഏറായി ഞാവാലി. കണ്ടോ പിച്ചുമ്പേയും പറയുന്നത്? കൂടുതൽ ബഹളം വയ്ക്കും മുമ്പ് ഞാൻ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരാം. നിൽക്കാനവിടെ അയ്യോ ഞാനിതിനകത്തുണ്ടെന്ന് അറിഞ്ഞാൽ കുഴപ്പമാവും. അയ്യോ അയ്യോ എന്തായാലും ഓടി വരണേ. അയ്യോ നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? അയ്യോ ഓടി വരണേ. ഇവിടെ എല്ലാത്തിനും ഭ്രാന്ത. കൗസല്യേ, കൗസല്യേ, ഇവൾ എവിടെ പോയി കിടക്കുന്നു? ശാപം. ഇത് നമ്മുടെ ശ്യാംകുട്ടിയല്ലേ? കാണാനില്ലെന്നു. വീട് വിട്ടിറങ്ങിപ്പോയിട്ട് കണ്ടു കിട്ടുന്നവർ വിവരമറിയിച്ചാൽ 10,000 രൂപ. എന്നായി 10,000 രൂപ ഞാൻ വാങ്ങിക്കും. ഭ്രാന്തനെ കൊണ്ടുപോകാൻ ആള് വന്നിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണിച്ചല്ലോ. ചെറിയ തോതിൽ കൂക്കി വിളിയൊക്കെ നടത്തി. ഞാൻ ഒലക്ക കൊണ്ട് തലക്കൊന്ന് കൊടുത്തു. പിന്നെ പ്രശ്നമൊന്നുമില്ല. അയ്യോ ചത്തോ? ആ, അത്ര വേഗം ഒന്നും ചാവുന്ന പാർട്ടി അല്ല സാറേ അവൻ. അവനെ പിടിച്ചൊന്ന് വേഗം വണ്ടി കയറ്റണം. അതിന് നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പണം. ഹെൽപ്പാ. പെട്ടെന്നാവണം. ഇനി നീ പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. 10,000 രൂപ അകത്ത്.
ഞാൻ പോവാ സ്വാമി. പോന്നു അങ്ങനെ അങ്ങ് പോയാലോ? എനിക്ക് എല്ലാം മനസ്സിലായി. പത്രത്തിൽ പരസ്യം വന്നിട്ടുണ്ട്. കുഞ്ഞിനെ പിടിച്ച് തിരിച്ച് വീട്ടിലേപ്പിച്ചാ 10,000 രൂപ എനിക്ക് കിട്ടും. 10,000 രൂപ കളയല്ലേ കുഞ്ഞെ. അവിടെ നിൽക്ക്, അവിടെ നിൽക്ക. എന്നെ പിടിച്ച് വണ്ടി കേറ്റും. ഉപദ്രവിക്കോ? അല്ല, നമ്മൾ രണ്ടുപേരും കൂടി എവിടെ? അയ്യോ, കാണാനില്ലല്ലോ. പോകാം, കാറ് താഴെ വന്ന് നിൽക്കുന്നു. സ്വയം പോ, വാ. ആരാച്ചാരന്മാരെ എന്നെയാണോ? എന്നെ കൊല്ലാൻ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണല്ലേ? പുല്ലാണ് പുല്ലാണ്, നീലാണ് പുല്ലാണ്. പട്ടാണ് പട്ടാണ് പാട്ടാണ് പട്ടാണ് പാട്ടാണ് പട്ടാണ്. നിങ്ങളവിടെ പിടിച്ച് താഴേക്ക് അയ്യോ, എനിക്ക് ഭ്രാന്തില്ല. എവിടെ? അവിടെ. അയ്യോ, പോകണ്ട, പോകണ്ട. അങ്ങോട്ട് അവ 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 സൈക്കിൾ വാ, സൈക്കിൾ വാ, സൈക്കിൾ വാ, സ്കൂട്ടർ വാ. പൈസ കിട്ടും. എത്ര രൂപ കൊടുത്ത രൂപ കിട്ടും? കിട്ടോ? എന്നാ നമുക്ക് 2 കൂടെ പിടിക്കാം. വാ